ഇൻട്രൊഡ്യൂസിംഗ് ധ്യാൻ ശ്രീനിവാസൻ 2.0. ഇനി 3.2, 4.2, 5.2, അവസാനം ഒരു ഓ. അങ്ങക്ക് സത്യം പറഞ്ഞ ധ്യാൻ ചേട്ടനാണ് എതിരാളി. പിന്നെ യൂട്യൂബിൽ നമ്മളെക്കായി വീഡിയോസ് പുള്ളിയുടെ സിനിമകളാണ് വരുന്നത്. വീഡിയോസ് ധ്യാൻ ചേട്ടനെ കുറിച്ച് നമ്മൾ അറിയാത്ത രഹസ്യങ്ങൾ പുറത്ത് പറയും. അടുത്ത് കേരള പോലീസ് പിടിക്കുമ്പോൾ ഷൂട്ടിന്റെ സൈഡിൽ സിഗരറ്റ് വലിച്ചിരിപ്പുണ്ടാവും. ഇവന്മാര് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. അവസാനം എന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് തീർന്നാ ഞാൻ സിഗരറ്റ് എന്ന് ചോദിച്ചാൽ ഇവൻ അവിടെ നിന്ന് കിട്ടും, പിടിക്കണം. ആരോഗ്യത്തിന് പക്ഷെ ഇവൻ സിനിമയിൽ വന്നതിന് ശേഷം ഫാൻസ് കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ധ്യാൻ ചേട്ടന്റെ പടത്തിലാന്ന് അറിഞ്ഞതിന് ശേഷം. അല്ല, പൊതുവെ ഇപ്പൊ നാട്ടിലെ ആർക്കും തന്നെ സിനിമാക്കാരോട് വലിയ മതിപ്പൊന്നുമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല അല്ലേ? പ്രത്യേകിച്ച് പുള്ളിയോട് ഒത്തിരി പേര് ഇതുപോലൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ ഇതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ഇവൻ മാത്രം ഉണ്ടാവും. ഇത്ര സൈലന്റ് ആണോ? അല്ല, ഇവൻ കാര്യമുള്ള കാര്യം പറയുള്ളൂ. ഇവൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ധ്യാൻ ചേട്ടന്റെ പാത പിന്തുടർന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ വിനീത് ശ്രീനിവാസ്. ഇത് ശ്രീനിവാസ്. കഴിഞ്ഞ സമയത്ത് 2-3 തമിഴ്ന്ന് എനിക്ക് 2-3 ഓഫർ വന്നു. അവര് ചെറുനാളൊക്കെ ഇറങ്ങി വരുമ്പോഴേ അവര് കാണുന്ന ഈ മനുഷ്യ ആരാണ് ഈ പോസ്റ്റർ, അങ്ങനെ അവരോട് എന്നോട് ഒരാളെ ചോദിച്ചു. എല്ലാ അവളോ പടം ഉങ്ങളോട് എല്ലാ പടം ഹിറ്റാ ഹിറ്റ്. അവര് പോസ്റ്റർ കണ്ടിട്ട് ചോദിക്കുന്നത് ഈ ഒരു നടൻ മാത്രമേ ഉള്ളൂ കേരളത്തിലെ സിനിമയിൽ. അതാണ് അവരുടെ ഡൗട്ട്. തമിഴ്നാട്ടിൽ പോയിട്ട് ഹിറ്റുകൾ കൊടുക്കാൻ വേണ്ടി പോവാ. അവനറിയാതെ ഇത് പാടില്ല, ചിന്തിക്കലും വേണ്ട. നിങ്ങളുടെ കോൺഫിഡന്റ് മുഖത്ത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്റെ എല്ലാ പടത്തിലും ഞാൻ ഒരു കോൺഫിഡൻസ് ഒരു കാര്യം ഇല്ലെങ്കിൽ കോൺഫിഡൻസ്. ഇവരൊക്കെ ഓൾറെഡി നമുക്ക് ഈ സിനിമ ഫീൽഡിലായിട്ട് അറിയാം. നിങ്ങൾ രണ്ടുപേരും അറിയാൻ വഴിയില്ല. അങ്ങക്ക് സത്യം പറഞ്ഞ ധ്യാൻ ചേട്ടനാണ് എതിരാളി. പിന്നെ യൂട്യൂബിൽ നമ്മളെക്കായി വീഡിയോസ് പുള്ളിയുടെ സിനിമകളാണ് വരുന്നത്. സെറ്റി കാണിച്ചില്ലല്ലോ. അത്ര ബഹുമാനൊന്നും ഉണ്ടായിരുന്നില്ല. പേടിയായിരുന്നു ധ്യാൻ ചേട്ടനെ കാണാൻ. പിന്നെ താടിക്ക് തട്ടാത്ത ഒരു ദിവസം മാത്രം പടമായിട്ട് ഇതിനെ കണക്കാക്കരുത്. അല്ലെങ്കിൽ പിന്നെ ധ്യാൻ ചേട്ടന്റെ മാത്രം പടം, മെയിൻ റോൾ ചെയ്യുന്ന ധ്യാൻ ചേട്ടൻ നായകൻ. അല്ല, അവനൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പടം ഹിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചേട്ടാ വൈകുന്നേരം നമ്മൾ ഏറ്റെടുക്കും. അതല്ല ധ്യാൻ ചേട്ടൻ നമുക്ക് കൊടുക്കുക. അതൊരു സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത്. അതെ, അത് സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നെ വ്യത്യാസം കേട്ടോ. ധ്യാൻ 2.0 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അത് ശ്രദ്ധിച്ചാൽ ഇൻട്രൊഡ്യൂസിംഗ് ധ്യാൻ ശ്രീനിവാസൻ 2.0. ഇനി 3.2, 4.2, 5.2, അവസാനം ഒരു ഓ. എല്ലാം കഴിഞ്ഞൊരു തിരിച്ചൊരു വരവുണ്ട്. ഓ ചിന്തിക്കലും വേണ്ട. ടീച്ചറും പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ കോൺഫിഡന്റ് മുഖത്ത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്റെ എല്ലാ പടത്തിലും ഞാൻ ഒരു കോൺഫിഡൻസ് ഒരു കാര്യം ഇല്ലെങ്കിൽ കോൺഫിഡൻസ്. ഇവരൊക്കെ ഓൾറെഡി നമുക്ക് ഈ സിനിമ ഫീൽഡിലായിട്ട് അറിയാം. നിങ്ങൾ രണ്ടുപേരും അറിയാൻ വഴിയില്ല. ഇല്ല, ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ധ്യാൻ ചേട്ടനാണ് എതിരാളി. പിന്നെ യൂട്യൂബിൽ നമ്മളെക്കായി വീഡിയോസ് പുള്ളിയുടെ സിനിമകളാണ് വരുന്നത്. നമ്മളെ വീഡിയോസ് കൂടുതൽ പുള്ളിയുടെ സിനിമകൾ ഇറങ്ങുന്നത്. സെറ്റി കാണിച്ചില്ലല്ലോ. അത്ര ബഹുമാനൊന്നും ഉണ്ടായിരുന്നില്ല. പേടിയായിരുന്നു ധ്യാൻ ചേട്ടനെ കാണാൻ. പിന്നെ ആദ്യത്തെ ദിവസം പേടിയായിരുന്നു. താടിക്ക് തട്ടാത്ത ഒരു ദിവസം. എങ്കിലും ഈ സൂപ്പർ നമ്മുടെ കൂടെ നമുക്ക് സിനിമയിൽ വരണമെന്ന് ആഗ്രഹം കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമില് വീഡിയോസ് ഒക്കെ ചെയ്യണേ. നമ്മുടെ ഒരു ആഗ്രഹം അത് സാധിക്കാൻ വേണ്ടി പോകുന്നു. അത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകളുടെ കൂടെ അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ ഒരു ബഹുമാനവും വിലയും ഞങ്ങൾ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് തന്നെ തോന്നി ഞങ്ങളാണോ സീനിയർ ജൂനിയർ ആണോ എന്ന് ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അവിടെ നിന്ന് സിഗരറ്റ് കളിച്ചിട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടേണ്ട അവസ്ഥയായിരുന്നു അല്ലേ നമുക്ക് പലപ്പോഴും. നമ്മൾ പുറകെ നടക്കായിരുന്നു. ഞങ്ങളൊന്ന് മൈൻഡ് ചെയ്യൂ, ഞങ്ങളൊന്ന് മൈൻഡ് ചെയ്യൂ. പുള്ളി അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇല്ലേ അവനെ ഇങ്ങനെ ചെയ്തു. ഇല്ല സിംപ്ലിസിറ്റി അതേ മുണ്ട് അതേ മുണ്ട് ഷർട്ട് മാത്രമേ മാറ്റത്തുള്ളൂ. ആണോ സിംപ്ലിസിറ്റി? ശരിക്കും ഉജ്ജ്വല ശരിക്കും റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട്? ഇപ്പൊ ഞാനൊരു ഡിറ്റക്റ്റീവ് ആണ്. എന്റെ വീട്ടിൽ ഇപ്പൊ അമ്മ ഒരു ഫുഡ് തരാണെങ്കിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അതിൽ കറക്റ്റ് അളവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ശരിക്കും നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ഡിറ്റക്റ്റീവ് ആയിട്ടുണ്ട്? ഡിറ്റക്റ്റീവ് ആണ്. എങ്ങനെയാണെന്ന് അറിയാമോ? ഫോണിലൂടെയാണ്. നീ എവിടെ, അവളെവിടെ, ആ രീതിയിൽ ഡിറ്റക്റ്റീവ് ആണ്. അപ്പൊ അവര് പറയും ഇന്ന സ്ഥലത്താന്ന് പറയും. അപ്പൊ തന്നെ ഇവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആ ചോദ്യം മിസ്സായത് അങ്ങനെയുള്ള നോട്ടത്തിലാണ്. ഫുൾ ടൈം ഫോണിലെ ഡിറ്റക്റ്റീവ് ആണ് അവൻ. നമുക്ക് കുറെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഫുൾ ടൈം ഫോൺ
അല്ല പുള്ളി വിചാരിക്കുന്ന കണക്ക് പുള്ളിയെ പോലല്ല നമ്മള് ബിസി. മൾട്ടി ടാലന്റ് ആയിട്ട് ഒരാളാ. എന്തൊക്കെ ചെയ്യും. ഇനിയിപ്പോ വേണമെങ്കിൽ റീല് ചെയ്യും. ഇല്ല ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് പടം നിർത്തോ ഇനി റീലിലോട്ട് വരും. കാരണം ഇവന്മാരൊക്കെ ഇതിലോട്ട് വന്നല്ലേ, ഇനി ഞാൻ തിരിച്ച് റീലിലോട്ട് ഇത് എന്തായാലും ഫീൽഡൗട്ട് ആവില്ല. അപ്പൊ പിന്നെ പുള്ളിയായിട്ടൊക്കെ ഇറങ്ങി കൊടുക്കാന്ന് വെച്ച്. പിന്നെ സത്യം പറഞ്ഞ സാമ്പത്തികം നോക്കുമ്പോ സിനിമേനേക്കാളും പൈസ ഇതിനകത്ത് റീലിന് അല്ലേ. ആണോ? ആ പക്ഷെ റീലിലൊന്നും കിട്ടുന്നില്ല എന്നാണ്. സ്വന്തം കാറിൽ വന്ന് വരും. സ്വന്തം കാറില് സ്വന്തം ചെലവിലാണ്. നമ്മളൊക്കെ പ്രൊഡക്ഷൻ വണ്ടിയിൽ വരുമ്പോ അവന്മാർ സ്വന്തം കാറിലെ വരുവാ. ലേറ്റ് ആയിട്ടേ വരൂ. എല്ലാരും അടുത്ത പടം കാസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വൈകിയേ വരും. അതെന്താണ് വൈകിയത്? നമ്മളടുത്ത് 10 മണി പറയും, ഡാൻചേട്ട 11:30 വരും. നമ്മൾ 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് പോസ്റ്റ്. ഫസ്റ്റ് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പരിപാടി മനസ്സിലായി. ഇപ്പൊ 9 മണി എന്ന് പറഞ്ഞാൽ ഇവന്മാര് 10 മണിക്ക്, 9 മണി ഞാൻ 10 മണിക്കേ വരുള്ളൂ. കാരണം എനിക്കറിയാം കുറച്ച് ചിലപ്പോൾ ലേറ്റ് ആവുന്ന സാധനം. ഇവ അപ്പോഴും 11 മണിക്ക് വരും. ഇവനോട് പറയാം, ഇതിനാണ് നേരത്തെ വന്നത്, 11 മണിയാകുമ്പോൾ തുടങ്ങുള്ളൂ. ഇത്ര പെട്ടെന്ന് എല്ലാം പഠിച്ചെടുത്തത്. ഇവിടെ എന്ത് നേരത്തെ വരും, നേരത്തെ വരും. നമ്മള് പ്രൊഡക്ഷൻ വണ്ടി നമ്മള് സ്വന്തം വണ്ടിയല്ല പറഞ്ഞത്. ഡിറ്റക്റ്റീവ് ചോദ്യമാണോ അവിടെ നിൽക്കുകയാണോ? അത് കിട്ടില്ല ഇതുവരെ. ഇല്ല, അതെന്തായാലും അറിയണം. ഇതിനുണ്ട് കണ്ണൂർ കോണിന് കുറെ മറ്റേ റീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അനുബന്ധപ്പെട്ട കുറെ സ്ക്രിപ്റ്റ് വർക്കിന് വേണ്ടിയിട്ട്. അല്ല ഡിറ്റക്റ്റീവ് വേണ്ട കാര്യമില്ലല്ലോ. തിരിച്ചേട്ടെ സുഹൃത്തുക്കളുടെ കൂടെ ഒക്കെ ഉള്ള എന്താണ് പരിപാടി എന്നൊക്കെ അന്വേഷിക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അല്ലാതെ ഭീകരമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. എന്ത് എന്നുവെച്ചാ ഡിറ്റക്റ്റീവ് അന്വേഷിച്ച് ജീവിതത്തിൽ അങ്ങനെ കേസൊന്നും തപ്പി പിടിക്കാൻ വേണ്ടി പോണ്ട. അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, കുറെ പേരെയൊക്കെ അന്വേഷിച്ച് പോവാറുണ്ട്. എന്നാലും ഏതൊക്കെ പടം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പുള്ളി ഇപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുക. ഇത്രയും പടങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഈ ക്യാരക്ടർ മാറി പോവാ, അങ്ങനെ പ്രശ്നം എല്ലാം ഒന്നല്ലേ. കുറി അല്ല. പക്ഷെ എനിക്ക് ഇപ്പൊ അടുത്ത് പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇടക്കെന്ന് വെച്ചാൽ 2 ആഴ്ച വീട്ടിലിരുന്നായിരുന്നു. ഇരുന്നല്ല, ഒരു ബ്രേക്ക് എടുത്തപ്പോ എനിക്ക് വീട്ടിൽ ഇങ്ങനെ ഇരുന്നിരുന്നതായി. അപ്പോൾ കുറച്ച് എവിടെ നിന്നൊക്കെ കുറച്ച് പേയ്മെന്റ് ഒക്കെ കിട്ടാനുണ്ട്. അപ്പൊ ഞാൻ ഒരുത്തിനെ വിളിച്ചിട്ട്, ഇത് ഏതാണ് പടത്തിന്റെ കിട്ടാനുള്ള വെച്ചിട്ട് ഒരുത്തിനെ വിളിച്ചപ്പോ ഇങ്ങനെ ഫുൾ മൈൻഡിൽ ഇങ്ങനെ അന്വേഷിച്ച് ഇതേതൊക്കെയാണ് കിട്ടാൻ. ഒരുത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ എന്താണ് പരിപാടി, പടം ഡബ് ചെയ്യണ്ടേ, ബാക്കി പൈസയൊക്കെ സെറ്റിൽ ചെയ്യണം. ചേട്ടൻ ഡബും ചെയ്ത് ചേട്ടൻ പൈസ സെറ്റിൽ ചെയ്തിട്ട് പോയല്ലോ. ഓ സോറി ആള് പറയും. അങ്ങനെ ചിലതൊക്കെ വീട് വെച്ച് അന്വേഷിച്ച് പോയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡബ്ബൊക്കെ ചെയ്ത് ഇറങ്ങി പോയിട്ടുണ്ട്, അറിഞ്ഞിട്ടില്ല പലതും. ഒത്തിരി പേര് ഇതുപോലൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതുപോലെ ഇതുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഡാൻചേട്ടന്റെ പാദം. കാരണം ഇത്രയും പടമല്ലേ ഇപ്പോഴും നിക്കുന്നില്ലേ, എങ്ങനെയാന്ന് ആർക്കും അറിയില്ല. ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഞാൻ എവിടെയാണ് പിടിച്ചതെന്ന് അറിയാമോ? കൊക്ക ഇങ്ങനെ, ഒരു കൊക്കന്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കൂലേ പിടിച്ചു നിൽക്കുന്ന വെച്ചാൽ ജസ്റ്റ് വീണം തീർന്ന് അങ്ങനെ പിടിച്ചു നിൽക്കുക. ഇതുപോലെ ഒത്തിരി സിനിമകള് ഇപ്പൊ സിനിമയിൽ ഇത്രയും പോലെ ആക്റ്റീവ് ആവണമെന്ന് ആഗ്രഹിച്ച് ഇപ്പൊ പോകുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ. ഭയങ്കര തിരക്കാണ്. ആ സമയത്ത് ഷോ കാര്യമെങ്കിലും സിനിമയിൽ സജീവമാവണമെന്ന് വിചാരിച്ചൊരു കാലഘട്ടം. ഇപ്പൊ എനിക്ക് ധ്യാൻ ചേട്ടനെ പോലെ തന്നെ ഭയങ്കര തിരക്ക് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇതേപോലെ സമയം അല്ല വ്യത്യാസമുണ്ട്. ഇത് ഹിറ്റ്സ് മാത്രം ഗണിച്ച് ഇതേപോലെ ഇത് ഹിറ്റ്. ഒരു കൊല്ലം 3 ഹിറ്റും പിന്നെ ഇടക്ക് EMI പടവും EMI പടങ്ങളും അല്ലേ. EMI എന്നാലും കുറവാ. EMI കുറവോ? EMI ആണ് കൂടുതൽ. ശരിക്കും അതിന്റെ ഇതേപോലെ തന്നെ ഗണിച്ച് കണ്ടുപിടിക്കാൻ അങ്ങനൊന്നുമില്ല. ഇത് എന്താ പറയാ, നമ്മൾ 10-30 കൊല്ലം സിനിമയിലുണ്ടായിരുന്ന ആളല്ലേ. 30 കൊല്ലമായിട്ട് സിനിമയിലുണ്ട്. ആ സിനിമയിലുണ്ടായിട്ട് ഇപ്പോൾ 2000 റോഷാക്ക് കഴിഞ്ഞപ്പോഴായിരിക്കാം നമുക്ക് പറ്റുന്ന കുറച്ച് വേഷങ്ങളിലേക്ക് നമ്മൾ ആലോചിച്ച് തുടങ്ങിയത് തന്നെ. ദൈവാനുഗ്രഹം കൊണ്ട് ആ പടങ്ങളൊക്കെ നന്നായി ഓടുന്നുണ്ട്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൂടെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതൊരു ഇവിടെ എന്ത് പറയുന്നു, നിഹാൽ ഭയങ്കര ഇത്ര സൈലന്റ് ആണോ? നമ്മള് സ്ക്രീനിലും ഈ വീഡിയോസിൽ കാണുമ്പോ ഇങ്ങനെ ഇവനെ അപേക്ഷിച്ച് വലിയ കുഴപ്പമില്ല. അടുത്തിരുത്താത്തോണ്ടാണോ നിങ്ങൾ രണ്ടുപേരും? അല്ല, ഇവൻ കാര്യമുള്ള കാര്യം പറയുള്ളൂ. ഇവൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും.
ഞാൻ പറഞ്ഞില്ല, ഞാൻ ധ്യാൻ ചേട്ടന്റെ പാത പിന്തുടർന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. കേട്ടോ, വെറുതെ പറയാന്ന്. ഇവൻ വിനീത് ശ്രീനിവാസൻ. ബുദ്ധി കൊണ്ട് ഇത് ശ്രീനിവാസ് മറ്റേ കൗണ്ടർ പറയണോ? എന്തെങ്കിലും പറയും. ഇപ്പൊ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഈ സെറ്റില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആരൊക്കെ ഒബ്സർവ് ചെയ്തു? അവനൊരു നല്ല ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, അവന് തെങ്ങിന്റെ മുകളിൽ കയറ്റി. അത് കുറെ കഴിഞ്ഞപ്പോൾ എന്റെ തൊടയൊക്കെ വരഞ്ഞ ഒരു വല്ലാത്ത പടിവ്. അപ്പൊ നല്ല ഒബ്സർവേഷൻ ആയിരുന്നു. ചേട്ടാ എന്നെ പെട്ടെന്ന് ഇറക്കുന്നു പറഞ്ഞിട്ട് കരിക്കൊക്കെ വന്നു. ഭയങ്കര സ്നേഹം. ഇങ്ങനെ ഒരു സെറ്റിൽ ഇപ്പൊ കാണുന്നതിന് മനസ്സിലാവും ഭയങ്കര സ്നേഹമുള്ള ഒരു സെറ്റായിരുന്നു. ലവബിൾ ആയിട്ടുള്ള ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളൊക്കെ. അല്ല, ഞങ്ങളെല്ലാം ഒരുമിച്ച് എന്നാലും തീർക്കാൻ പറ്റുള്ളൂ. നിന്നെ പറ്റി വേറെ മാർഗമില്ല. ആരും ഉറപ്പിട്ട് കാര്യമില്ല. ഈ നമ്മുടെ പേരുകൾ ഇപ്പൊ നേരത്തെ നോക്കുന്നുണ്ടായിരുന്നു. ഈ സ്പെല്ലിംഗ് മാറ്റി കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവും. അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചിരുന്നു. പേരിന്റെ സ്പെല്ലിംഗ് ചില പേരുകൾ മാറ്റും, അപ്പൊ നമുക്ക് ഭാഗ്യം വരും. ചിലപ്പോ സിനിമയിൽ വരുമ്പോ ഇപ്പൊ എന്റെ പേര് ഞാൻ ചെയ്ത പടങ്ങളൊക്കെ എന്ത് പേരിട്ട് ചെയ്താലും ചിലപ്പോ മൊത്തം ലെറ്റർ മാറ്റിയാലും സത്യം ഞാൻ ആലോചിക്കുന്ന ഒരു പേരും പറയാണ്ട്. പക്ഷെ ധ്യാൻ ചേട്ടന്റെ പടം എന്ന് പറയുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ട് അതിന്റെ ഇന്റർവ്യൂവിന് ഒരുപാട് കഥകൾ കഴിഞ്ഞല്ലോ. ഇനി ധ്യാൻ ചേട്ടൻ കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഏത് കഥയാണ്? അതുണ്ട്. പക്ഷെ ഇത് ഞങ്ങളിലല്ല, ഇതിന്റെ ബാനർ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൽ ഇതിന്റെ ഡയറക്ടേഴ്സില് ഒക്കെ ഞങ്ങൾക്ക് രാഹുല്, ഇന്ദ്രനീൽ രണ്ടുപേര്. ഇപ്പൊ നിങ്ങള് ഡയറക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റർ ഒക്കെ ആയ സ്ഥിതിക്ക് ഇപ്പൊ അതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സിനിമക്ക് ഒരു പേരിടാനാന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഏത് പേരിടും എന്നൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു ഭയങ്കര ഏറ്റവും കൂടുതൽ പേര് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിമുട്ടുണ്ടാവുക? ഇത് നല്ല പേരല്ലേ? ഇത് നല്ല പേരാ. ഇതുവരെ ആദ്യം ഉജ്ജ്വല ചരിതം എന്നായിരുന്നു ടൈറ്റിൽ. ആദ്യത്തെ ടൈറ്റിൽ നല്ലത് ഏതാ? അതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ ഈ പോലീസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറാണ് നിങ്ങളുടെ രണ്ടുപേരും. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളൊരു ടീമാണ്. ഞാൻ അച്ഛന്റെ ക്യാരക്ടറാണ്. ധ്യാന്റെ അച്ഛനായിട്ടാണ് ഞാൻ. എന്റെ ടീമിന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, എന്റെ ടീമിനെ അവിടെ ഇവരെല്ലാം ഒരു ടീമാണ്. ഞങ്ങള് 1, 2, 3, 5 പേര് ഞങ്ങളൊരു ടീമാണ്. പുള്ളി ഒറ്റയ്ക്കാ. 2 പേരുണ്ട്. അദ്ദേഹം പോലീസാണ്, SI ആണ്. പക്ഷെ കാര്യമില്ല, ഇവരുടെ ടീമാണ്. ഇവര് ഒരു ടീമാണ്. പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് നിബ്രാസും ഷാബാസും, അവരുടെ 2 ക്യാരക്ടേഴ്സ്. ഒറ്റക്ക് വന്നവനാണെന്നൊക്കെ ഒറ്റയ്ക്കല്ല, അവരെയും കൂട്ടിട്ട് വന്നത്. വലിയ കാര്യമൊന്നുമില്ല അവന്മാര്. പുള്ളി വിട്ട് കാര്യമുണ്ട് പടത്തി. അറ്റ്ലീസ്റ്റ് എനിക്ക് ടീമെങ്കിലും ഉണ്ട്. ആ ടീമിലാണെ നീ മറക്കല്ലേ. ഫാൻസ്, ഗേൾ ഫാൻസിന്റെ ഒക്കെ ഒത്തിരി മെസ്സേജ് ഒക്കെ വരില്ലേ ഇൻസ്റ്റാഗ്രാമില്? അല്ല, അതൊക്കെ പാടാണ്. മാനേജ് ചെയ്ത് പോകുന്നു. സിനിമയിലോട്ട് തുടങ്ങിയത് സിനിമയിൽ വന്നതിന് ശേഷം ഫാൻസ് കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ധ്യാൻ ചേട്ടന്റെ പടത്തിലാന്ന് അറിഞ്ഞതിന് ശേഷം. അല്ല, അതല്ല, അങ്ങനെ തന്നെ. നീ ജയിച്ചോ? സെലിബ്രിറ്റി ലൈഫ് എങ്ങനെ? ഇല്ല, ഈ പറയുന്ന ഇവരുടെ അത്ര നമ്മള് സെലിബ്രിറ്റി ഒന്നുമില്ല. ഇവരൊക്കെ അല്ലേ സിനിമാടന്മാരും. നമ്മള് ജസ്റ്റ് ഇൻസ്റ്റയില് വീഡിയോസ് ഒക്കെ ചെയ്ത് സാധാരണ ആൾക്കാരെ പോലെ ജീവിച്ചു. നമ്മൾ ലൊക്കേഷനിൽ ചില ഇവര് കാറിൽ ഇറങ്ങുന്നു, നേരെ കാരവണ്ടി പോകുന്നു. നമ്മള് കസേര ഇരിക്കുന്നു. ഇതൊക്കെയാണ് ഇവര്. ഞങ്ങളെല്ലാവരും പ്രൊഡക്ഷൻ വണ്ടി, ഇവന്മാര് സ്വന്തം കാറ്. ഇവര് ഷൂട്ടിന്റെ സൈഡിൽ സിഗരറ്റ് വലിച്ചിരിപ്പുണ്ടാവും. ഇവന്മാര് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. 10 മണിക്ക് വന്നാല് സത്യമല്ലടാ. പിന്നെ അവസാനം എന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് തീർന്ന കയ്യിൽ നമ്മുടെ ഇല്ല, ഞാൻ അവന്റെ കയ്യിൽ വാങ്ങിച്ചിട്ടാണ്. ശരി വേണോ? തള്ളാണ് വാങ്ങിച്ചു കൈ കൊടുക്കില്ല. ഞാൻ സിഗരറ്റ് എന്ന് ചോദിച്ചു ഇവൻ അവിടെ നിന്ന് കിട്ടും. ഞാൻ പിടിക്കണം. പുള്ളി സിഗരറ്റ് വിലയെല്ലാം നിർത്തി സ്വന്തമായിട്ട് കാശ് കൊടുത്ത് സിഗരറ്റ് വാങ്ങിക്കത്തില്ല. വേറുള്ളവരുടെ വേറുള്ളവരെ സഹായിക്കും.
ഞാൻ ഇരന്ന് വാങ്ങിച്ച വലിക്കാറ് പൊതുവെ പലപ്പോഴും വലിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ എന്റെ നമ്മൾ വലിക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ വേറെ ആൾക്കാരെ ഒപ്പിച്ച് പുള്ളിക്ക് അങ്ങനത്തെ എന്തോരം ബാഡ് ഇൻഫ്ലുവൻസ് ആണ് സിഗരറ്റ്, അറിയാലോ. അത് നമ്മൾ വലിക്കില്ല, പുള്ളിക്ക് വേണ്ടിട്ട് നമ്മൾ ആരുടെയൊക്കെ പോയി ഇറന്നിട്ടുണ്ടെന്ന് അറിയാവോ. നമുക്ക് എത്ര താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും, അത് അത്രയും പോകാൻ പറ്റില്ല എനിക്ക്. ഇവന്റെ അത്ര പഠിക്കുന്നു ഞാൻ, അത്രേ ഉള്ളൂ. ഷൂട്ട് തുടങ്ങിയ ആ സെറ്റ് തൊട്ടതാ ഈ നിമിഷം വരെ ഇവര് തമ്മിലുള്ള ഇത് തീർന്നിട്ടില്ല ഇപ്പോഴും. വലിയ കാര്യമില്ലാത്ത ഇല്ല, പുള്ളി ചീര നമ്മള് മറ്റേ വാഴ നനയുന്നതിന് ഞാൻ ചീര ഒന്ന് നനഞ്ഞോട്ടെ. അങ്ങനെ വളരട്ടെ, അങ്ങനെ ചീര വല്ലാതെ വളരുന്നുണ്ടോ? വാഴ എന്നും വാഴ 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 വാഴയാണല്ലോ, ചീര ചീരയാണല്ലോ. ഫാൻസ് ഗേൾ ഫാൻസിന്റെ ഒക്കെ ഒത്തിരി മെസ്സേജ് ഒക്കെ വരില്ലേ ഇൻസ്റ്റാഗ്രാമില്? അല്ല, അതൊക്കെ പാടാണ്, മാനേജ് ചെയ്ത് പോകുന്നു. സിനിമയിൽ വന്നതിന് ശേഷം ഫാൻസ് കുറയാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഡാൻചേട്ടന്റെ പടത്തിലാണ് അറിഞ്ഞതിന് ശേഷം. അല്ല അതല്ല, അങ്ങനെ തന്നെ നീ ജയിച്ചോ. സെലിബ്രിറ്റി ലൈഫ് എങ്ങനെ? ഇല്ല, ഈ പറയുന്ന ഇവരുടെ അത്ര നമ്മള് സെലിബ്രിറ്റി ഒന്നുമില്ല. ഇവരൊക്കെ അല്ലേ സിനിമാടന്മാരും. നമ്മള് ജസ്റ്റ് ഇൻസ്റ്റയില് വീഡിയോസ് ഒക്കെ ചെയ്ത് സാധാരണ ആൾക്കാരെ പോലെ ജീവിച്ചു. ഇവന്റെ എളിമ കണ്ടാലുണ്ടല്ലോ, ഇവന്റെ വണ്ടി കൊടുക്കണം. നമ്മൾ ലൊക്കേഷനിൽ ചെല്ലേ ഇവര് കാറിൽ ഇറങ്ങുന്നു, നേരെ കാരവണ്ടി പോകുന്നു. നമ്മള് കസേര ഇരിക്കുന്നു, ഇതൊക്കെ ഇവര്. ഞങ്ങളല്ലാതെ പ്രൊഡക്ഷൻ വണ്ടി, ഇവന്മാര് സ്വന്തം കാറ്. ഇവര് ഷൂട്ടിന്റെ സൈഡിൽ സിഗരറ്റ് വലിച്ചിരിപ്പുണ്ടാവും, ഇവന്മാര് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. 10 മണിക്ക് വന്നാലും സത്യമല്ലടാ, സത്യമല്ലടാ. പിന്നെ അവസാനം എന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് തീർന്ന കയ്യിൽ നമ്മുടെ ഇല്ല, ഞാൻ അവന്റെ കയ്യിൽ വാങ്ങിച്ചിട്ടാണ്. ശരി വേണോ തള്ളാതെ ആ കൈ കൊടുക്കില്ല. ഞാൻ സിഗരറ്റ് എന്ന് ചോദിച്ചാൽ ഇവൻ അവിടെ നിന്ന് കിട്ടുക, ഞാൻ പിടിക്കണം. പുള്ളി സിഗരറ്റ് വിലയെല്ലാം നിർത്തി, സ്വന്തമായിട്ട് കാശ് കൊടുത്ത് സിഗരറ്റ് വാങ്ങിക്കത്തില്ല, വേറുള്ളവരെ സഹായിക്കും. ഞാൻ ഇരന്ന് വാങ്ങിച്ച വലിക്കാറ് പൊതുവെ പലപ്പോഴും വലിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ എന്റെ നമ്മൾ വലിക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ വേറെ ആൾക്കാരെ ഒപ്പിച്ച് പുള്ളിക്ക് അങ്ങനത്തെ ബാഡ് ഇൻഫ്ലുവൻസ് ആണ് സിഗരറ്റ്, അറിയാലോ. അത് നമ്മൾ വലിക്കില്ല, പുള്ളിക്ക് വേണ്ടിട്ട് നമ്മൾ ആരുടെയൊക്കെ പോയി ഇറന്നിട്ടുണ്ടെന്ന് അറിയാവോ. നമുക്ക് എത്ര താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും, അത് അത്രയും പോകാൻ പറ്റില്ല എനിക്ക്. ഇവന്റെ അത്ര പഠിക്കുന്നു ഞാൻ, അത്രേ ഉള്ളൂ. ഷൂട്ട് തുടങ്ങിയ ആ സെറ്റ് തൊട്ടതാ ഈ നിമിഷം വരെ ഇവര് തമ്മിലുള്ള ഇത് തീർന്നിട്ടില്ല ഇപ്പോഴും. വലിയ കാര്യമില്ലാത്ത ഇല്ല, പുള്ളി ചീര നമ്മള് മറ്റേ വാഴ നനയുന്നതിന് ഞാൻ ചീര ഒന്ന് നനഞ്ഞോട്ടെ. അങ്ങനെ വളരട്ടെ, അങ്ങനെ ചീര വല്ലാതെ വളരുന്നുണ്ടോ? വാഴ എന്നും വാഴ 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 വാഴയാണല്ലോ, ചീര ചീരയാണല്ലോ. ഇവിടെ എങ്ങനെയാണ് സെലിബ്രിറ്റി ലൈഫ്? അല്ല, അങ്ങനെ ലൈഫ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യാറ്. വല്ല സെലിബ്രിറ്റീസ് ബാക്കിയെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഭയങ്കര സിമ്പിൾ ലൈഫ്, അങ്ങനെ സെലിബ്രിറ്റി ലൈഫ് ഒന്നും കൊണ്ടുപോകാത്ത. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈഫ് ഉദാഹരണം പറഞ്ഞു, എങ്ങനെയാ ലൈഫ്? എന്താണ് ലൈഫ്? ഇപ്പൊ നമ്മള് കാണുന്നത് ഭയങ്കര പോഷ് ആയിട്ട്, നമുക്ക് ഇപ്പം പബ്ലിക്കിൽ ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇപ്പൊ മാളിൽ പോകാൻ പറ്റില്ല. ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം നമ്മളൊക്കെ പോകുന്നല്ലോ, അങ്ങനെയൊന്നുമില്ല, ഒരു ഇതുമില്ല. അല്ല, എനിക്ക് സത്യത്തിൽ പോകാൻ പറ്റാറില്ല കേട്ടോ. നിനക്ക് അല്ലേ? പ്രത്യേകിച്ച് നമുക്ക് ഇവരെ കാര്യം ഞങ്ങളൊക്കെ പോകാറുണ്ട്. രാവിലെ മാർക്കറ്റിൽ എല്ലായിടത്തും പോകും. പക്ഷെ നിങ്ങൾ അങ്ങനെ പോണെന്ന് തോന്നുമ്പോ ധ്യാനിച്ചിട്ട് എന്ത് ചെയ്യും? ഞാൻ ഫ്ലൈറ്റ് എടുത്തു വല്ല ബോംബെയിലോ ചെന്നൈ അങ്ങനെ പോലും പോയപ്പോണ്ട് ഇവരെ അവിടെ നിൽക്കുന്നത് അല്ലേ? അറിയോ, ചെന്നൈയിൽ ബോംബെയിൽ അവിടെ പടം റിലീസ് ആവുമല്ലോ. അല്ല, അവിടെ സേഫ് അല്ലടാ, ഈടെ ഇറങ്ങുന്നുണ്ട് അവന്മാര് കണ്ടേ.
ചിലപ്പോ അവിടെ നിന്നും ചിലപ്പോ ഇദ്ദേഹം പിന്നെ തെലുങ്കിൽ ഇദ്ദേഹത്തിന് പടം ഇറങ്ങിയതിനു ശേഷം പിന്നെ ആ ഏറിയ പോയിട്ടില്ല ഹൈദരാബാദ്. ഞങ്ങളുടെ ഇപ്പൊ കഥാപാത്രത്തിന്റെ ലുക്ക് നോക്കി കഴിഞ്ഞാൽ ഞങ്ങള് വേറെ ലുക്കിലൊക്കെയാണ്. അത് മാറാത്തോണ്ടാണ്. ലുക്ക് ഒരേ ലുക്കല്ലേ, ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിക്കും, ഞങ്ങൾ കണ്ടുപിടിക്കില്ല. അത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഹിന്ദി പടവും സോറി ഈ തെലുങ്ക് പടമൊക്കെ ചെയ്യുന്ന ഇന്ന വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ സമയത്ത് 2-3 തമിഴ് എനിക്ക് 2-3 ഓഫർ വന്നു. അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്ന, ഞാൻ ഒരു സ്ഥലത്ത് പറയുന്നത്, അവര് വിചാരിച്ചിരിക്കുന്ന ആഴ്ചക്കാഴ്ചക്ക് സിനിമ അവര് ചെറുനാടൊക്കെ ഇറങ്ങി വരുമ്പോഴേ അവര് കാണുന്ന ഈ മനുഷ്യ ഇത് ആരാണ് ഈ പോസ്റ്റർ, അങ്ങനെ അവരോട് എന്നോട് ഒരാളെ ചോദിച്ചു എല്ലാ ആഴ്ചയും അവളോ പടം ഉങ്ങളോട് എല്ലാ പടം ഹിറ്റാ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ഹിറ്റ്. അവര് പോസ്റ്റർ കണ്ടിട്ട് ചോദിക്കുന്നത് ഈ ഒരു നടൻ മാത്രമേ ഉള്ളൂ കേരളത്തിലെ സിനിമയിൽ. അതാണ് അവരുടെ ഡൗട്ട്. എപ്പോ ഇയാളുടെ പോസ്റ്റർ മാത്രമേ ഉള്ളൂ. ഉങ്ങളോട് എല്ലാ പടം ഹിറ്റാ, ചെറിയ ഹിറ്റ്. തമിഴ്നാട്ടിൽ പോയിട്ട് ഹിറ്റുകൾ കൊടുക്കാൻ വേണ്ടി പോവാ. അവനറിയാം അതിന്റെ ഉത്തരം, അതിന്റെ ഉത്തരം അവനറിയാം. ധ്യാൻചേട്ടൻ തന്നെ നേരെ ഇന്റർവ്യൂവിൽ ഈ കഥകളൊക്കെ പറയും. ഇല്ല 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 ഇത് പറഞ്ഞത് പറയില്ല. ഈ പറയാത്ത കഥകളുണ്ട് ഇനി. എന്തിന്റെ ആരെ കുറിച്ച്? ധ്യാൻചേട്ടനെ കുറിച്ച് നമ്മൾ അറിയാത്ത രഹസ്യങ്ങൾ കൊറേ ഉണ്ട്. പുറത്തു പറയരുത്. അടുത്ത് കേരള പോലീസ് പിടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബാസി പറഞ്ഞ പോലെ ഞാനെല്ലാം മേലെ പറഞ്ഞോളാന്ന് പറഞ്ഞ പോലെ നിങ്ങളോടൊന്നും പറയാനല്ല, എല്ലാം ഞാൻ പോലീസുകാരോട് പറഞ്ഞോളാം. എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. ഇപ്പൊ ഓഫ്കോഴ്സ് ഇപ്പം വാർത്ത തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അയ്യോ അതുകൊണ്ടായോ? പേടിയില്ല. ഞാൻ ഇരുന്ന് വാങ്ങിക്കുന്ന സിഗരറ്റ് അല്ലാണ്ട് സ്വന്തമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്നുമില്ല. കൂട്ടിയിട്ട് കത്തിക്കുന്ന ആളാ. അങ്ങനെ പേടിയൊന്നുമില്ല. ഇപ്പം നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ കറക്റ്റ് സമയത്ത് സെറ്റിൽ എത്തുക, അല്ലെങ്കിൽ പ്രൊമോഷൻ ആയാലും ഇപ്പൊ ധ്യാൻ ചേട്ടൻ ഏത് സിനിമയാണെങ്കിലും പ്രൊമോഷൻ വന്നിരിക്കുന്നുണ്ട്. അല്ലാതെ ഒത്തിരി ആളുകൾ സിനിമയുടെ പ്രൊമോഷനോട് വരാത്ത ആളുകളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ ഇത് റീച്ച് ആയിട്ട് വേണം അടുത്ത പടം പിടിക്കാൻ. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ടുള്ള ധ്യാൻ സിനിമ ചെയ്യുന്നത്. അതെ എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. ഇപ്പൊ ഓഫ്കോഴ്സ് ഇപ്പം വാർത്ത തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അയ്യോ അതുകൊണ്ടായോ? പേടിയില്ല. ഞാൻ ഇരുന്ന് വാങ്ങിക്കുന്ന സിഗരറ്റ് അല്ലാണ്ട് സ്വന്തമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്നുമില്ല. കൂട്ടിയിട്ട് കത്തിക്കുന്ന ആളാ. അങ്ങനെ പേടിയൊന്നുമില്ല. ഇപ്പം നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ കറക്റ്റ് സമയത്ത് സെറ്റിൽ എത്തുക, അല്ലെങ്കിൽ പ്രൊമോഷൻ ആയാലും ഇപ്പൊ ധ്യാൻ ചേട്ടൻ ഏത് സിനിമയാണെങ്കിലും പ്രൊമോഷൻ വന്നിരിക്കുന്നുണ്ട്. അല്ലാതെ ഒത്തിരി ആളുകൾ സിനിമയുടെ പ്രൊമോഷനോട് വരാത്ത ആളുകളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ ഇത് റീച്ച് ആയിട്ട് വേണം അടുത്ത പടം പിടിക്കാൻ. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ടുള്ള ധ്യാൻ സിനിമ ചെയ്യുന്നത്. അതെ